വീലർ ബാറ്ററി ചേഞ്ച് ചെയ്തിട്ട് നമുക്കൊരു ലിഥിയം ബാറ്ററിയാണ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ ടൂ വീലർ ബാറ്ററി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വെള്ളം ഒഴിച്ച് മെയിൻ്റെനൻസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം നമ്മളിത് റീപ്ലേസ് ചെയ്യുകയാണ്. ഇത് കണ്ടു. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ എടുത്തിരിക്കുന്നത് ആറങ്ക് എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡിന്റെ 100 AHന്റെ 12.8 വോൾട്ട് വരുന്ന നമ്മൾ ലിഥിയം ബാറ്ററിയാണ് ഇന്ന് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന്ന് കണക്ട് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ടൂ വീലർ ബാറ്ററിയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, അത് നമ്മൾ റീപ്ലേസ് ചെയ്യുകയാണ്. കാരണം ഈ മെയിൻ്റെനൻസ് അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ. കാരണം ഇതിനകത്ത് വെള്ളമൊക്കെ തീരുന്ന സമയത്ത് എപ്പോഴും ഫില്ല് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ബാറ്ററി ഇൻവെർട്ടറുമായിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ആ ഒരു കാറ്റഗറിയിലുള്ള ലിഥിയം ബാറ്ററി എന്ന് പറഞ്ഞാൽ ഇതാണ് 12.8 വോൾട്ട് 100 AH. 5 വർഷം വാറണ്ടിയാണ് ഇതിന് തരുന്നത്. പിന്നെ നമുക്ക് ബ്ലൂടൂത്ത് വഴി നമ്മുടെ മൊബൈലിലേക്ക് നമുക്ക് മോണിറ്റർ ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഇത് സ്കാൻ ചെയ്താൽ നമ്മൾ ലൈവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇതോടൊപ്പം നമ്മൾ കണക്ട് ചെയ്യാൻ എടുത്തിരിക്കുന്ന ഈസ്റ്റ്മാൻ്റെ സോളാർ PCU ആണ്. അത് 1000 V ആണ്, 12 വോൾട്ട്. 3 വർഷം വാറണ്ടിയാണ് ഈ ഒരു സിസ്റ്റത്തിന് വരുന്നത്. ഡിസ്പ്ലേ ഉണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് അത്യാവശ്യം അതിനകത്ത് സോളാർ പാനൽ കണക്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ ആ ഒരു സോളാർ PCU എന്ന് പറഞ്ഞാൽ. ഇതിന് എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ഓപ്ഷൻ ഉണ്ട്. അതായത് ലിഥിയം ബാറ്ററി സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇൻവെർട്ടറാണിത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഇൻവെർട്ടർ എടുത്തു കഴിഞ്ഞാൽ ലിഥിയം ബാറ്ററി ഒരു പേടിയും കൂടാതെ നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ വീഡിയോ മുൻ ഞാൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ വീണ്ടും നമ്മൾ 1000 Vയുടെ ഒരു ഇൻവെർട്ടർ എടുത്തിട്ട് സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു പാക്കറ്റ് തുറന്ന് കാണിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ബാക്ക് സൈഡിൽ നോക്കുമ്പോൾ ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കാരണം നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് സോളാർ PCU ആയിട്ട് ഉപയോഗിക്കാം. അത്യാവശ്യം ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ മോഡൽ നമ്പറും ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ പാനലിലെ വോൾട്ടേജ്, ആംബിയർ, മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കണം. നമുക്ക് ലൈവായിട്ട് നമുക്ക് 1000 വാട്ട്സ് വരെ പാനൽ സപ്പോർട്ട് ഉള്ള ഒരു ഇൻവെർട്ടർ ഇതാണ്. 1000 വാട്ട് 12 വോൾട്ടിൻ്റെ നമുക്ക് 240 വാട്ട്സ് വെച്ചിട്ട് നമുക്ക് 4 പാനൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് യൂസ് ചെയ്യാം. ലൈവായിട്ട് നമുക്ക് അത്യാവശ്യം ലോഡ് കൂടി ഉപയോഗിക്കുകയും ചെയ്യാം. കറണ്ട് ചാർജ് കുറയ്ക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ കുറേ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മുൻ വീഡിയോയിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഞാൻ കുറേ കൂടെ വിശദമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ സോളാർ മോഡുണ്ട്, ഹൈബ്രിഡ് മോഡുണ്ട്, അതുപോലെ ചാർജിങ് സ്റ്റാൻഡേർഡ്, ഹൈ, ലിഥിയം ബാറ്ററി സപ്പോർട്ട് ചെയ്യുന്നത്, ഗ്രിഡ് ചാർജിങ് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ വൈഡ് നാരോ, അതായത് നമ്മുടെ UPS മോഡാണോ ഏത് വേണമെന്ന് വെച്ചാൽ അത്, അങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ് കമ്പനി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു ടെസ്റ്റർ വെച്ചിട്ട് നമ്മൾ ഈ സ്വിച്ച് താഴോട്ടും മുകളിലോട്ടും ആക്കുമ്പോൾ അത് മേലോട്ടും താഴോട്ടും നീങ്ങുന്നതായിരിക്കും. 2 കൂളിംഗ് ഫാനാണ് ഇതിനകത്ത് കമ്പനി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. 3 വർഷം വാറണ്ടിയാണ് ഈ ഒരു സിസ്റ്റത്തിന് വരുന്നത്. ഇതെടുക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ലിഥിയം ബാറ്ററി നമുക്ക് സപ്പോർട്ട് ചെയ്യും, അതുപോലെ ലെഡ് ആസിഡ് ബാറ്ററി വേണമെങ്കിലും സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഇൻവെർട്ടർ എടുത്തിരിക്കുന്നത്. ആവശ്യമെങ്കിൽ നമുക്ക് സോളാർ പാനൽ കണക്ട് ചെയ്യുകയും ചെയ്യാം. പ്രൈസിനകത്ത് ആണെന്നുണ്ടെങ്കിൽ നല്ല വേരിയേഷൻസ് ഉണ്ട്. കാരണം മറ്റ് ഇതേപോലുള്ള ഇൻവെർട്ടറൊക്കെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വിലയ്ക്ക് കിട്ടത്തില്ല. അപ്പോൾ ഈസ്റ്റേൺ നല്ലൊരു ബ്രാൻഡുമാണ്, നല്ല ക്വാളിറ്റി ആയിട്ട് കിട്ടുന്നതുകൊണ്ട് പ്രൈസും നമുക്ക് നല്ല രീതിയിൽ കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ബ്രാൻഡ് ഇതിനകത്ത് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഡിസ്പ്ലേയിൽ നമ്മൾ എന്തൊക്കെയാണ് കാണിക്കുന്നതും കൂടെ നമുക്ക് നോക്കാം. ഇതോടൊപ്പം നമ്മൾ ഇത് കണ്ടില്ല, കോംബോ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് പറഞ്ഞാൽ ഈ ആറങ്കിൻ്റെ ആ ഒരു ബാറ്ററിയാണ് ഇതിനകത്ത് കൊടുക്കുന്നത്. ഈസ്റ്റ്മാൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ബ്രാൻഡിൻ്റെ ഏത് ഇൻവെർട്ടർ എടുത്താലും, അതായത് 800 V ആയാലും 600 V ആയാലും അതുപോലെ 1000 V ആയാലും ഇവരുടെ ഒരു ബാറ്ററിക്ക് കണക്ട് ചെയ്യുന്ന കേബിളിനകത്ത് ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. നല്ല അടിപൊളി തിക്നെസ് ആയിട്ടുള്ള കേബിളാണ് ഇവർ തരുന്നത്. അത് പല മോഡലുകളും ഞാൻ എടുത്തിട്ടുണ്ട്, എനിക്ക് നല്ല അനുഭവമാണ്. കാരണം കേബിൾ ചൂടാവുമെന്ന് പേടിക്കേണ്ട, ഉരുപോകുമെന്ന് പേടിക്കേണ്ട, നല്ല കട്ടിയുള്ള കേബിളുകൾ അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു ബാറ്ററിക്കകത്തൊക്കെ ഇത് കണ്ട കേബിളൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്, എല്ലാം ഓപ്പൺ ആക്കി നല്ല ക്ലിയർ ആയിട്ട് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മൊബൈൽ ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്താൽ മോണിറ്റർ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ ആ ഒരു ഇൻവെർട്ടറിൻ്റെ ഡിസ്പ്ലേയിൽ നമുക്ക് കാണിക്കുന്ന ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണിത്. അങ്ങനെ ഫ്രണ്ടിൽ നമുക്ക് ഓൺ ഓഫ് ചെയ്യാനുള്ള സ്വിച്ച് മാത്രമേ അതിനകത്ത് കൊടുത്തിട്ടുള്ളൂ, ബാക്കിയെല്ലാം ഡിസ്പ്ലേയിലാണ്. പിന്നെ ബാക്കിയുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ബാക്ക് സൈഡിലാണ് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വെറൈറ്റി ആയിട്ടുള്ള വീഡിയോകൾ ഇൻവെർട്ടറിനെ കുറിച്ചും അതുപോലെ തന്നെ സോളാറിനെ കുറിച്ചുള്ള മറ്റുള്ള രീതിയിലുള്ള ഏത് കാര്യങ്ങൾക്ക് വേണമെങ്കിലും നമ്മുടെ ഈ ഒരു ചാനലിൽ നിങ്ങൾക്ക് വീഡിയോ സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി ആയിട്ടുള്ള വീഡിയോകളൊക്കെ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ, അതുതന്നെ മറ്റുള്ളവർക്കും ഉപകാരപ്രദമായാൽ നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവർക്കും ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിൻ്റെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തിയാൽ അതും എനിക്കൊരു നല്ല ഉപദേശമായിരിക്കും. വീഡിയോ കണ്ടതിന് നന്ദി.